അല്ല ശ്രീ അൻവർ, പി ജയരാജൻ പെട്ടെന്ന് സ്വന്തം തലയിൽ ഈ പൂടയുണ്ടോ എന്ന് നോക്കുന്ന ഒരു സ്വയം സംശയത്തിലേക്ക് എന്തിനാണ് പോകുന്നത്? ഇതാദ്യമല്ല. സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന ഇറങ്ങി ഉടനെ തന്നെ അത് ഷെയർ ചെയ്യുന്നു പി ജയരാജൻ. കാരണം അന്നു മുതലേ പി ജയരാജൻ സംശയ നിഴലിലാണ്. താനല്ല അതിന്റെ പിന്നിലെന്ന് സ്വയം എപ്പോഴും തെളിയിക്കാനുള്ള ബാധ്യത പി ജയരാജൻ എന്തിന് ഏറ്റെടുക്കുന്നു? അങ്ങയുമായി ബന്ധമില്ലെങ്കിൽ ബന്ധമില്ല, അത് അവിടെ കഴിയേണ്ടതല്ലേ? അല്ല, ഏത് സ്റ്റേറ്റ്മെന്റിന്റെ കാര്യം? പി വി അൻവറിന്റെ വായിൽ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടില്ലല്ലോ. അങ്ങനെയല്ല പറഞ്ഞത്. താങ്കളുടെ പിന്നിൽ പി ജയരാജനാണ് എന്ന അഭ്യൂഹങ്ങളുണ്ട്. അങ്ങനെയല്ല എന്ന് നിരന്തരം തെളിയിക്കാനുള്ള ബാധ്യത സ്വയമേവ പി ജെ ഏറ്റെടുക്കുകയും ചെയ്യുന്നു. അതെന്തുകൊണ്ട്? എനിക്കറിയില്ല, അദ്ദേഹത്തോട് ചോദിക്കുക. പി വി അൻവർ, ഇപ്പൊ ഒരുപക്ഷെ പാർട്ടി പ്രവർത്തകരുടെ ചങ്കിൽ കയറി കൊള്ളുന്ന ഒരു പ്രതികരണം താങ്കൾ ഇന്നലെ വാർത്താ സമ്മേളനത്തിന് ഏറ്റവും ഒടുവിൽ നടത്തി. അത് കോടിയേരിയുടെ വിലാപയാത്ര സംബന്ധിച്ചാണ്. AKG സെന്ററിൽ അവിടെ വെക്കാതിരുന്നത് അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സൗകര്യാർത്ഥമാണ് എന്നൊക്കെ പറയുന്നത് താങ്കൾ ഉറച്ച ബോധ്യത്തിൽ പറയുന്നതാണ്. പി ജയരാജൻ ഇപ്പോൾ പറയുകയാണ് കോടിയേരിയുടെ വിലാപയാത്ര സംബന്ധിച്ച കാര്യങ്ങൾ പാർട്ടി കൂട്ടായി തീരുമാനിച്ചാണെന്ന് പറയുകയാണ്. താങ്കളുടെ കൃത്യമായ ബോധ്യത്തിലാണോ താങ്കൾ ഇന്നലെ ആ കാര്യം പറഞ്ഞത് ശ്രീ പി വി അൻവർ? ഇല്ല, എൻ്റെ ബോധ്യം എന്ന് പറഞ്ഞാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടിയേരി സഖാവ് മരിച്ചതിന് ശേഷം ഒരുപാട് ചർച്ചകൾ പല സഖാക്കളെ കാണുമ്പോൾ ഈ വിഷയം അതിൻ്റെ ആ ഇമ്മീഡിയറ്റ് പീരീഡിൽ എനിക്കത് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു പേഴ്സണലായിട്ട്. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ സമയത്ത് ചർച്ച വന്നതാണ്. ഇന്നലെ ഞാൻ പത്രസമ്മേളനത്തിൽ പോകുമ്പോൾ എനിക്ക് കണ്ണൂരിലെ സഖാവാണെന്ന് പറഞ്ഞിട്ട് ഒരു വോയിസ് മെസ്സേജാണ്. ആ വോയിസ് മെസ്സേജ് ഞാൻ എന്താ പറയുക, അവിടുത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ ആ വികാരം ഞാൻ പങ്കുവെച്ചെന്നേ ഉള്ളൂ. അദ്ദേഹം ആ പാർട്ടി സഖാവാണ് എന്നോട് മെസ്സേജിൽ പറയുന്നത്. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും പിറ്റേ ദിവസം വിദേശത്തേക്ക് പോകേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് വിലാപയാത്രയായി ട്രിവാൻഡ്രത്ത് നിന്നും കണ്ണൂരിലേക്ക് എന്തായാലും 2 ദിവസം വേണമല്ലോ, അല്ലെങ്കിൽ 1.5 ദിവസം വേണമല്ലോ. അപ്പോൾ അത് ഒഴിവാക്കി വിമാനം നേരെ കണ്ണൂരിലേക്ക് എത്തിച്ച് പിറ്റേ ദിവസം തന്നെ ഈ ശവസംസ്കാര ചടങ്ങൊക്കെ കഴിഞ്ഞ് മുഖ്യമന്ത്രി രാത്രി കുടുംബമായിട്ട് വിദേശത്തേക്ക് പോയി. അതിനു വേണ്ടിയാണ് അത് ചെയ്ത് സങ്കടത്തോടു കൂടി സഖാവ് പറഞ്ഞു എന്ന വിവരം ഞാൻ ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. മറ്റു കാര്യം പാർട്ടിക്കല്ല അറിയാം. ഇതൊക്കെ ജനറൽ സഖാവ് പറഞ്ഞതുപോലെ പാർട്ടി കൂടി ആലോചിച്ചിട്ടായിരിക്കില്ലേ ചെയ്തിട്ടുണ്ടാവുക. ശ്രീ പി വി അൻവർ, ഇപ്പോ അജിത് കുമാർ ഈ സ്വർണ്ണക്കടത്ത് ഈ കച്ചവടത്തിന്റെ പങ്കുകാരാണ് താങ്കൾ നേരത്തെ പറയുന്നുണ്ട്. താങ്കൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞു വന്നത് മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ സെക്രട്ടറി പി ശശി കൂടി ഇതിന്റെ പങ്ക് പറ്റുന്നുണ്ടോ എന്ന് സംശയം താങ്കൾക്കുണ്ട് എന്നുള്ളതാണ്. പി വി അൻവർ നേരിട്ട് ചോദ്യം, ഈ അജിത് കുമാറും ശശിയും ഈ കടത്തിന്റെ പങ്ക് പറ്റുന്നു എന്ന് തെളിയിക്കാൻ ആവശ്യമായ എന്തെങ്കിലും താങ്കളുണ്ടോ? ആ ആരോപണം തെളിയിക്കാൻ പറ്റുമോ? താങ്കൾ കോടതിയിലേക്ക് പോയാൽ തെളിയിക്കണമല്ലോ, പറ്റുമോ അത് ശ്രീ അൻവർ? അല്ല, എനിക്കത് പേഴ്സണലായിട്ട് തെളിയിക്കാൻ കഴിയില്ല. അത് തെളിയിക്കേണ്ട അന്വേഷണ സംഘമാണ്. കാരണം ഒരു കടത്ത് കടത്തി 10 കടത്ത് കടത്തിയത് നമുക്ക് മനസ്സിലാക്കാം. സുജിത് ദാസ് IPS മലപ്പുറത്ത് SP ആയ 3 ചില്ലാനം വർഷം അതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 2 ദിവസം മുമ്പ് നടത്തിയ പത്രസമ്മേളനം. ഓരോ 2021, 2022, 2023 പറഞ്ഞ് അദ്ദേഹം കണക്ക് പുറത്തു വിട്ടല്ലോ. അന്ന് ആരാണ് SP? ഈ സുജിത് ദാസാണ്. അപ്പോൾ ഒരു 3 വർഷക്കാലം ഈ സ്വർണം കസ്റ്റംസുമായി ഒത്തുചേർന്ന് പുറത്തുനിന്ന് പിടിച്ചെടുത്ത് അതിലാവശ്യമായത് ഉരുക്കി തങ്ങളുടെ പോക്കറ്റിലാക്കി കോടതിയിൽ കൊണ്ട് ഒരു കാലത്തും നിയമസാധുതയില്ലാത്ത 102 CRPC വകുപ്പ് ചേർത്ത് തൽക്കാലം കോടതിയെ ഏൽപ്പിക്കുന്ന ആ സിസ്റ്റം 3 വർഷം കണ്ടിന്യൂസ് ആയി തുടരണമെങ്കിൽ ആശ്മി ഒരു IPSനോട് മാത്രം സാധിക്കുമോ? ഇവിടെ സ്പെഷ്യൽ ബ്രാഞ്ചില്ലേ, ഇവിടെ ഇന്റലിജൻസ് ഇല്ലേ, ഇവിടെ എന്തെല്ലാം വിഭാഗങ്ങൾ പോലീസിൻ്റെ ഉണ്ട്. മാത്രമല്ല എത്ര വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ വാർത്താമാധ്യമങ്ങൾ വന്നിട്ടുള്ളതാണ്, സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ളതാണ്. പാതിരാത്രിയിൽ ഒരു കാലത്തുമില്ല, രാത്രി 10 മണിക്ക് എയർപോർട്ടിന് ചുറ്റുമുള്ള കടകൾ അടപ്പിക്കുന്ന രീതി, ഇതൊക്കെ ഇവിടെ ചർച്ച വന്നിട്ടുണ്ടല്ലോ. ഇതൊന്നും പി ശശി അറിയാതെ ഇത് നടക്കുമെന്ന് നമുക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? ആശ്മി വിശ്വസിക്കുമോ?